മധ്യ കേരളത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മധ്യ കേരളം കേരള കോൺഗ്രസിന്റെ പിറവി കൊണ്ട് ശ്രദ്ധേയമായ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ നാട്. കേരള കോൺഗ്രസുകൾ നേരിട്ട് മുന്നണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഏറ്റുമുട്ടുമ്പോൾ കോട്ടയത്ത് എന്താകും സംഭവിക്കുക? ഒന്നാം റൗണ്ടിൽ വോട്ടെണ്ണുമ്പോൾ 5796 വോട്ടുകളുടെ ലീഡ്. എല്ലാ റൗണ്ടിലും വൈക്കത്ത് മാത്രം ഇടതുപക്ഷം ലീഡ് ചെയ്യുന്ന പൊതു ട്രെൻഡിന് വിരുദ്ധമായി പിറവത്ത് കൂടി ഈ റൗണ്ടിൽ ഇതാ ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നു. പഴയ കഥയാണ് ഞാൻ പറഞ്ഞു കേട്ടോ. 2019 ഒന്നാം റൗണ്ട് എണ്ണിയപ്പോഴുള്ള കഥയാണ്. അന്നത്തെ വാചകങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. ഒന്നാം റൗണ്ടിൽ 5796 വോട്ടുകളുടെ ലീഡ്. പിന്നീട് പുതുപ്പള്ളിയിലേക്ക് കടക്കുന്നു. രണ്ടാം റൗണ്ടിൽ 15269 വോട്ടിന്റെ ലീഡ്. അങ്ങനെ UDF അടിവച്ച് ലീഡിലേക്ക് കുതിച്ച സ്ഥലത്ത് കോട്ടയത്ത് ആരാണ്? ഷിനോജ് ഉണ്ട്. ഷിനോജ്, പഴയ കഥയാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ കളം മാറി, കഥ മാറി, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, ചിഹ്നം മാറി, പലവിധ പ്രശ്നങ്ങളുണ്ട്, പലതുണ്ട്. മധ്യ കേരളത്തിൽ എപ്പോഴറിയാം ആദ്യ ട്രെൻഡ്? രതീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഗവൺമെന്റ് കോളേജ് നാട്ടകത്താണ്. ഇവിടെയാണ് വോട്ടെണ്ണൽ കേന്ദ്രമായി ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും സ്ട്രോങ് റൂം പോലും തുറന്നിട്ടില്ല. 7 മണിയാകുമെന്നാണ് കളക്ടറോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്നാൽ ഫ്രാൻസിസ് ജോർജിന്റെ വിജയം ആഘോഷിച്ചുകൊണ്ട് പിറവത്ത് പോത്തും അതുപോലെ തന്നെ പിടിയും ഒക്കെ ഇപ്പോൾ തന്നെ തയ്യാറായി കഴിഞ്ഞു. ഈ പോത്തിൻ്റെയും പിടിയുടെയും ഒക്കെ കാര്യം പറയുമ്പോൾ നമുക്ക് നേരത്തെ പാലാ ഉപതെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലുണ്ട്. ജോസ് കെ മാണി ഓർഡർ ചെയ്ത ലഡു കൊണ്ടുപോയത് മാണി സി കാപ്പനാണ്. അത്തരത്തിലുള്ള കഥകളൊക്കെ ഉണ്ട്. പക്ഷേ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ക്യാമ്പ് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇതൊരു UDFിൻ്റെ പരമ്പരാഗതമായ മണ്ഡലമാണ്. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് UDFിന് ഇത്രയേറെ ഇപ്പോൾ തന്നെ, അതായത് 7 മണിക്ക് തന്നെ പോത്തും പിടിയും ഒക്കെ തയ്യാറാക്കുന്ന തരത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. എന്തായാലും രതീഷ് ചോദിച്ച കാര്യത്തിലേക്ക് വന്നാൽ ഒരു 9 മണിയോട് കൂടി, കൃത്യമായി പറഞ്ഞാൽ രണ്ടാമത്തെ റൗണ്ട് പൂർത്തിയാകുന്ന സമയത്തോടു കൂടി നമുക്കൊരു ട്രെൻഡ് മനസ്സിലാക്കും എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് LDFിനും UDFിനും ഒരുപോലെ തന്നെ ശക്തി കേന്ദ്രങ്ങളാണ്. ഒന്നാമത്തെ റൗണ്ടിൽ വരുന്ന പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് പുതുപ്പള്ളി പഞ്ചായത്തിലെ അയർക്കുന്നം, അതുപോലെ തന്നെ പിറവം മണ്ഡലത്തിലെ തിരുവാങ്കുളം, കോട്ടയം നഗരമണ്ഡലത്തിലെ കുമാരനല്ലൂർ, പാലായിലെ രാമപുരം, അതുപോലെ തന്നെ കടുത്തുരുത്തിയിലെ മുളക്കുളം, ഏറ്റുമാനൂരിലെ നീണ്ടൂര്, വൈക്കത്തെ ചെമ്പ്, ഈ 7 പഞ്ചായത്തുകളാണ് ആദ്യത്തെ റൗണ്ടിൽ എണ്ണുന്നത്. ഈ 7 പഞ്ചായത്തുകളിലും LDFിനും UDFിനും ഒരുപോലെ ശക്തി കേന്ദ്രങ്ങളായിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നിലവിലെ പഞ്ചായത്തിൻ്റെ ഭരണമൊക്കെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ LDFിന് ഒരു ചെറിയ മേൽക്കൈ ഉണ്ടെന്ന് പറയാം. പ്രത്യേകിച്ച് ഈ ചെമ്പ് മേഖലയൊക്കെ LDFിൻ്റെ പ്രത്യേകിച്ച് CPIയുടെ ഒക്കെ ശക്തമായ മേഖലയാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലുമൊക്കെ LDFിന് 2000-ലധികം വോട്ടിൽ ലീഡ് നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ചെമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ റൗണ്ടിൽ കൃത്യമായ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. രണ്ടാമത്തെ റൗണ്ട് എത്തുമ്പോൾ മാത്രമായിരിക്കും ഒരു കൃത്യമായ ട്രെൻഡ്, എന്താണ് കോട്ടയം ചിന്തിക്കുന്ന തരത്തിലുള്ള ട്രെൻഡ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണത്തെ 2019 സാഹചര്യം ഒന്നുമല്ല ഇപ്പോഴുള്ളത്. ആ സാഹചര്യത്തിൽ പോലും ഓരോ റൗണ്ടിലും തോമസ് ചാഴിക്കാട് എന്ന UDF സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ 10,000-ലധികം ലീഡ് ഓരോ റൗണ്ടിലും ഉണ്ടായപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ 5000-ൽ മാത്രം ലീഡ് മാത്രമാണ് ഒന്നാം റൗണ്ടിൽ ഉണ്ടായിരുന്നത്. അത് തന്നെ വ്യക്തമാക്കുന്നത് ആദ്യത്തെ റൗണ്ട് കൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല. പക്ഷേ രണ്ടാമത്തെ റൗണ്ട് എത്തുമ്പോൾ കാര്യങ്ങൾ കൃത്യമാകും. എങ്ങോട്ടാണ് കോട്ടയം ചിന്തിക്കുന്നത്? തോമസ് ചാഴിക്കാടൻ തന്നെ ഡൽഹിയിലേക്കുള്ള ട്രെയിൻ യാത്ര തുടരുമോ അതോ ഓട്ടോയിൽ കയറി? UDFിന് 46.25 വോട്ട് വിഹിതം, LDFിന് 34.58. ഏതാണ്ട് 1,06,000 വോട്ടുകളുടെ മാർജിനിലാണ് കഴിഞ്ഞ തവണ ചാഴിക്കാടൻ വിജയിച്ചത്. ഇനിയിപ്പോൾ തോമസ് ചാഴിക്കാടനും ഫ്രാൻസിസ് ജോർജും നിൽക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി പറയാതെ പോകാൻ കഴിയില്ല അല്ലെ? ഒരു സംഘടനാ ശേഷി കൂടി അതിലേക്ക് ഇറങ്ങുകയാണ്. BDJS അതിന്റെ ഏറ്റവും നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു നേതാവ് വരുമ്പോൾ അവിടുത്തെ വോട്ട് എങ്ങനെ മാറി മറിയുമെന്ന് അടക്കമുള്ള ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട്.